കിഫ്ബി ആരംഭിച്ച ശേഷം 25 വർഷം പൂർത്തിയാകുകയാണ് എന്നത് മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു സംഭവത്തിൻ്റെ കാരണമാണ് ഇപ്പോൾ കിഫ്ബി. ഒരിക്കലും നടക്കില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്ന പല വികസന പ്രവർത്തനങ്ങളും ആരംഭിക്കാൻ കഴിഞ്ഞത് കിഫ്ബിയിലൂടെയാണ്. ഇപ്പോൾ എൻ്റെ മണ്ഡലം മലമ്പുഴ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഒരു വലിയ മാറ്റം, കണക്ക് പറഞ്ഞാൽ ജനങ്ങൾ പോലും വിശ്വസിക്കാത്ത രീതിയിലുള്ള ഒരു വലിയ മാറ്റത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ കാലമായി ജനങ്ങൾ ആവശ്യപ്പെടുന്ന ഒന്നായിരുന്നു ഈ അകത്തേത്തറ നടക്കാവിലെ റെയിൽവേ ഓവർ ബ്രിഡ്ജ്. ഏകദേശം 60 കോടിയോളം ഉറുപ്പിക ചെലവ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ആ പ്രവർത്തനങ്ങൾ ഏകദേശം പൂർത്തീകരണത്തിൻ്റെ വക്കിലാണ്. മറ്റൊന്ന് മലമ്പുഴ ഡാം, 10-12 കിലോമീറ്റർ ചുറ്റളവിൽ കിടക്കുന്ന ഡാമിൻ്റെ ഒരു റിംഗ് റോഡിൻ്റെ പ്രവർത്തനം 55 കോടി ഉറുപ്പിക ചെലവഴിച്ച് നടത്തി. അതും ഏകദേശം അവസാന സ്റ്റേജിൽ നിൽക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്കകം അത് ഉദ്ഘാടനം ചെയ്യപ്പെടും. അതുപോലെ തന്നെ മലമ്പുഴ മണ്ഡലത്തിൽ പല പ്രദേശങ്ങൾ കോർത്തിണക്കാൻ കഴിയാതിരുന്ന പല പുഴകളും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ജലാശയങ്ങളുമൊക്കെ ക്രോസ് ചെയ്യുന്ന രീതിയിൽ വലിയ പാലങ്ങൾ, ഇപ്പോൾ പുതുശ്ശേരി പഞ്ചായത്തിനെയും മെലപ്പുള്ളി പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന ഒരു പാലം മണ്ണുക്കാട് ബ്രിഡ്ജ് ഏകദേശം 7.5 കോടി ഉറുപ്പിക ചെലവ് ചെയ്ത് അത് പണി പൂർത്തിയാകാൻ പോവുകയാണ്. അതുപോലെ തന്നെ കൊടുമ്പിൽ വളരെ കാലമായി ഒരു ദ്വീപിലകപ്പെട്ട് കിടക്കുന്ന പാളയത്തിലെ ജനങ്ങൾക്ക് ഏകദേശം 5 കോടി രൂപ ചെലവ് ചെയ്തുകൊണ്ടുള്ളൊരു പാലം ഇപ്പോൾ അത് പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഏതാനും മാസങ്ങൾക്കകം അത് പൂർത്തിയാകും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട റോഡുകൾ, ഇൻഡസ്ട്രിയൽ മേഖലയിലുള്ള ആ റോഡ് 20 കോടി ഉറുപ്പിക ചെലവ് ചെയ്തുകൊണ്ടാണ് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് മൂപ്പനാർ റോഡ് എന്ന് പറയുന്ന റോഡിൻ്റെ പ്രവർത്തനം ഇപ്പോൾ അതിൻ്റെ ആരംഭിച്ചു. ULCC ആണ് അത് കോൺട്രാക്റ്റ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ പണി ആരംഭിക്കാൻ പോവുകയാണ്. അങ്ങനെ ഓരോന്നായിട്ട് ഞാൻ എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നിരവധി പാലങ്ങളും അതുപോലെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളും റോഡുകളും ഒക്കെ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കൊച്ചിൻ ബാംഗ്ലൂർ ഇടനാഴിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ സ്മാർട്ട് സിറ്റി, വ്യവസായ സ്മാർട്ട് സിറ്റി വരുന്നത് മിക്കവാറും അല്ല, അതിൻ്റെ 99-90% മലമ്പുഴ മണ്ഡലത്തിലാണ്. പുതുശ്ശേരി പഞ്ചായത്തിലെ അതുപോലെ വെസ്റ്റ് സെൻറ്റർ വില്ലേജുകളിൽ നിന്നാണ് ഏകദേശം 1710 ഏക്കർ ഭൂമിയെടുത്തത്. ഇത് 2000 കോടി ഉറുപ്പിക ചെലവ് ചെയ്തിട്ടുള്ള ഭൂമിയെടുത്തത് ഈ കിഫ്ബി ഫണ്ടുള്ളത് കൊണ്ടാണ്. അതിൻ്റെ പ്രവർത്തനം ഇപ്പോൾ ആരംഭിക്കാനിരിക്കുകയാണ്. അതിൽ ആദ്യഘട്ടം പണം ചെലവഴിച്ചത് കിഫ്ബി പദ്ധതിയിൽ നിന്ന് തന്നെയാണ്. പിന്നെ എൻ്റെ മണ്ഡലത്തിൽ, അതിപ്പോൾ എല്ലാ മണ്ഡലത്തിലുമുള്ള പ്രവർത്തനങ്ങളാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എല്ലാ സ്കൂളുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പേരെടുത്ത് പറയുകയാണെങ്കിൽ മലമ്പുഴ 3 കോടി ഉറുപ്പിക ചെലവ് ചെയ്ത് പ്രവർത്തനം പൂർത്തിയായി. അതിൽ കുട്ടികൾ ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ 5 കോടി ഉറുപ്പിക ചെലവിലാണ് എലപ്പുള്ളി ഹൈസ്കൂൾ, അതിൻ്റെ കെട്ടിടം പുതിയത് ഉദ്ഘാടനം ചെയ്തു.
കോടി ഉറുപ്പ്യ ചെലവ് ചെയ്തുകൊണ്ടാണ് കഞ്ചിക്കോട് ഹൈസ്കൂളിലും പുതിയ കെട്ടിടം ആരംഭിച്ചിട്ടുള്ളത്. അങ്ങനെ നിരവധി സ്കൂളുകൾ, LP, UP സ്കൂളുകൾ, ഹൈസ്കൂളുകളിലൊക്കെ ഈ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് മാറ്റം. സത്യത്തിൽ ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്, പ്രത്യേകിച്ച് ഇപ്പോൾ പിണറായി സർക്കാർ, ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് കിഫ്ബി പദ്ധതി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരിക്കലും നടക്കില്ലെന്ന് കാത്തിരുന്ന് ജനങ്ങൾ വിശ്വസിച്ചിരുന്ന പല പ്രവൃത്തികളും അത്ഭുതാവഹമായ രീതിയിൽ വികസന രംഗത്ത് വിസ്മയകരമായ മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ ഈ കേരളത്തിലും പ്രത്യേകിച്ച് മലമ്പുഴ മണ്ഡലത്തിലും ഈ കിഫ്ബിയുടെ സഹായം വളരെയേറെ സഹായകരമായിട്ടുണ്ട്. അത് ഇനിയും തുടർന്നു കൊണ്ടുപോകണം എന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായും ആ കിഫ്ബി പദ്ധതി വന്നതിൻ്റെ ഭാഗമായിട്ടാണ് മലമ്പുഴയുടെ മുഖച്ഛായ തന്നെ മാറാൻ കഴിഞ്ഞത്. അതിലുള്ള സംതൃപ്തിയും അതോടൊപ്പം അതിലുള്ള സന്തോഷവും, ജനങ്ങൾക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതിലുള്ള സന്തോഷം ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുകയാണ്. രജത ജൂബിലിയിൽ കിഫ്ബി ഉറപ്പാക്കുന്നു ധനലഭ്യത, ഗുണനിലവാരം, സമയക്രമം.